ഹായ് നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ഞാൻ സ്ഥിരമായിട്ട് റീൽസും ഷോർട്സും ഒക്കെ എടുത്തിരുന്ന ബാലുശ്ശേരിയുള്ള കിനാലൂർ എസ്റ്റേറ്റിലാണുള്ളത്. അപ്പം ഒരുവിധം ഞാൻ ആദ്യ സമയത്ത് ഒരുവിധം എല്ലാ റീൽസും ഞാൻ ഇവിടെ നിന്ന് തന്നെ കേട്ടോ എടുത്തത്. അന്നൊക്കെ ഇവിടെ നല്ല പച്ചപ്പ് ഹരിതാഭേനെ, പിന്നെ നല്ല വെയിലൊക്കെ ആയ സമയത്ത് അതൊക്കെ പോയിന്. ഇപ്പോൾ ഇതാ വീണ്ടും വന്ന് തറവാടിലേക്ക് എത്തിയ ഒരു പ്രതീതി. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഇവിടുന്ന് കുറച്ച് റീൽസ് എടുക്കും, പിന്നെ ഒരു വീഡിയോ ആണ്. വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്നാണല്ലോ അധിക റീൽസും എടുത്തിട്ടുള്ളത്. അപ്പം എന്താ പറയുക, എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന കുറേ റീൽസുകളുണ്ട്. ആ സ്ഥലങ്ങൾ, അതൊക്കെ ചെയ്ത സ്ഥലങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതും പിന്നെ കുറച്ച് റീൽസൊക്കെ എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ മെയിനായിട്ടുള്ള അജണ്ട. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് കിനാലൂർ എസ്റ്റേറ്റ് ആണ്. ഇവിടെ നമുക്ക് തലയാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാം. അപ്പം ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണിത്. ഇവിടുന്ന് അങ്ങോട്ടേക്കൊക്കെ അധികം കുറേ ഇൻഡസ്ട്രീസൊക്കെ ഉണ്ട്. പിന്നെ ഈ ഭാഗത്ത് എവിടെയോ ആണെന്ന് തോന്നുന്നു എയിംസ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് എവിടെയാണ്, കിനാലൂർ ആ ഭാഗത്ത് എവിടെയാണ്. അപ്പം എൻ്റെ പ്രോപ്പറായിട്ടുള്ള ഏരിയ എനിക്കറിയില്ല, ഞാൻ അന്വേഷിച്ചിട്ട് അടുത്ത ദിവസം പറഞ്ഞുതരാം കേട്ടോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ അവിടെ നിന്ന് നടന്നിട്ട് PT ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിൻ്റെ ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. ഞാൻ ആദ്യ കാലങ്ങൾ, അതായത് ഞാനൊരു റൂമിലിട്ടിട്ട് കുറേ വീഡിയോ ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരുവിധം എല്ലാം ഞാൻ ഈ സ്ഥലത്ത് നിന്നാണ് കേട്ടോ എടുത്തത്. അതായത് PT ഉഷ ഈ സ്ഥലങ്ങളിൽ, ബാലുശ്ശേരി ഭാഗത്ത് ഇവിടെ തന്നെയാണ് എടുത്തത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് PT ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിൻ്റെ ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ പോകുന്ന വഴിയിലുള്ള ഈ റോഡില്ലേ, ഈ റോഡ് ഞാൻ കുറേ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ആ കാണുന്ന മരത്തിൻ്റെ അടുത്ത് നിന്നാണ് ഒരു മുത്തുമണിയേ പട്ടുതുണി എന്നുള്ള റീലെടുത്തത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുപോലെ ഇങ്ങനെ നടന്ന് ഈ റോഡ് മക്കൂടെ നടന്നിട്ടാണ് ഞാൻ വരുവാനില്ലാരും ഈ വിജനമാം ഈ വഴിക്കറിയ ആ പാട്ടെടുത്തത്. പിന്നെ ഇത് അടുത്ത കാലത്തായിട്ട് കുറേ റീലുകൾ ഞാൻ ഇവിടെ കിടന്നിട്ടും റോഡ് കുത്തിരുന്നിട്ടും ഒക്കെ എടുത്തിട്ടുണ്ട്. ആരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് റോഡ് കുത്തിരുന്ന പാണ്ടിലോർ കയറി ചത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ പറയുക, ഇന്ന് ഞാൻ എല്ലാം ഒന്നും നമുക്ക് പറ്റിയിട്ടില്ലെങ്കിലും ഓൾമോസ്റ്റ് ഞാൻ എടുത്ത കുറേയൊക്കെ റീൽസുകൾ ഞാൻ ചെയ്ത സ്ഥലങ്ങൾ പരിചയപ്പെടുത്തി തരിക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ റീലിനുള്ളൂ. അത് മാത്രമല്ല, ഇവിടെയൊക്കെ വന്നിരിക്കാനും സായാഹ്നങ്ങൾ സന്തോഷകരമാക്കാനും കുടുംബത്തോടും ഫാമിലിയോടൊപ്പം അല്ലാതെ കാമുകിനോടൊക്കെ വന്നിരിക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലങ്ങളുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ മറ്റേ PT ഉഷ. അവിടെ അതൊന്നും അല്ല കേട്ടോ, വന്ന് പോയി കാണാമെന്നല്ലാതെ അവിടെ പോയി കുത്തിരുന്ന് കുറുകാനുള്ള സ്ഥലമല്ല, കാണാം. പിന്നെ അപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്ന് അവിടെ എത്തും. അവിടെ വെച്ചിട്ട് ഞാൻ കുറേ ചെയ്തിട്ടുണ്ട് വീഡിയോ, ആ ഗ്രൗണ്ടിൻ്റെ അടുത്ത് വെച്ചിട്ട് കേട്ടോ. അപ്പം വളരെ ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ, നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. മഴ പെയ്താൽ പിടിച്ചാൽ കിട്ടൂല, കയറി നിൽക്കാൻ സ്ഥലമില്ല എന്നുള്ളൊരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ വരുന്നവർ കുട എടുത്തിട്ട് വരിക, പിന്നെ എന്തെങ്കിലുമൊക്കെ തിന്നാനൊക്കെ ഉള്ളതൊക്കെ വാങ്ങിയിട്ട് വരിക, വെള്ളമൊക്കെ. കാരണം കുറേ അപ്പുറത്തേക്കൊക്കെ പോയാലേ ഉള്ളൂ ചെറിയ ചെറിയ കടകളൊക്കെ ഇവിടെ ഉള്ളൂ എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അതാ ഇവിടെ ഇതാ ഈ റോഡ് മേലെ ഇരുന്നിട്ട് ഞാൻ അടുത്ത ദിവസം റീൽ ചെയ്തിട്ടുണ്ട്. ആ പേര് പാട്ട് ഏതായാലും ഒന്ന് മുത്തമഴയിൽ നനഞ്ഞിക്കലാമാ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ഇവിടുന്ന് കുറേ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് പോകാം. മുത്തുമണിയേ പട്ടുതുണിയേ രത്തിനവും മുത്തിനവും ചേർന്ന് വന്ന ചിത്തിരമേ, ഈ പാട്ട് റീല് ഞാൻ ഇവിടെ നട്ടോ ചെയ്തത്. അന്ന് നല്ലോണം ഇവിടെ പച്ചപ്പൊക്കെ ആയിരുന്നു. ഞാൻ ഇങ്ങനത്തെ ഒരു സാധനവും കയ്യിൽ പിടിച്ച് തന്നെയാണ് വന്നത്. ചുവപ്പ് ബ്ലൗസ്, വെള്ള സാരി, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം നമ്മൾ PT ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിൻ്റെ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വെച്ച് ഞാൻ കുറേ റീൽസ് ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് ആദ്യ സമയത്ത് ഞാൻ ചെയ്തത് വിവാദങ്ങൾ കത്തിപ്പടർന്ന ഒരു ഒരു റീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏതെന്നറിയോ? അയ്യോ, മാതളങ്ങൾ. ഞാനൊന്ന് കടന്നുപോയി ഇവിടെ അറിയാതെ. ഞാൻ അങ്ങനെ നടന്നു വന്ന ക്ഷീണത്തിൽ കടന്നു ഞാൻ ചെയ്തറിയില്ല, പക്ഷെ ആളുകളെ തെറ്റിദ്ധരിച്ചു. അപ്പം ആ റീൽ ഇവിടുന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ പല നാൾ നിൻ്റെ ഓണം നോക്കി ഞാൻ നിന്നു ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തായാലും മഞ്ഞണിഞ്ഞ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടില്ലേ, താരം വാൽക്കണ്ണാട്, അത് അവിടെ ഇരുന്നിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പോരാതെ തന്നെ ഞാൻ അടുത്ത കാലത്തും കുറച്ച് വീഡിയോ ഇവിടെ ചെയ്തിട്ടുണ്ട്. അന്നിങ്ങനെ അത്ര പച്ചപ്പില്ല. അപ്പം കുറേ ഞാൻ ഇവിടെ വന്നിരിക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ നിറച്ചും ആളുകളൊക്കെ ഉണ്ടാകാറുണ്ട്. നല്ലൊരു
നമുക്ക് റീൽ ചെയ്യാനാണെങ്കിലും ശരി, വെറുതെ വന്നിരിക്കാൻ. ഞാൻ ഇവിടുന്ന് ലൈവ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ, എനിക്ക് ഓർമ്മയുണ്ട്, ഒരു മഴയത്ത്. അപ്പം കുറേ ഞാനിവിടെ എക്സ്പ്ലോർ ചെയ്താണ്, കുറേ ഞാൻ ഇവിടെ വന്നിരുന്നതാണ്. അപ്പോൾ എനിക്ക് ഒരു പ്രത്യേക ഇഷ്ടമുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പം നമ്മൾ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിൻ്റെ ഗ്രൗണ്ടിൽ റീൽസിനെ കുറിച്ചും ഗ്രൗണ്ടിനെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. ഇനി ഞാൻ അടുത്ത ഞാൻ പോയിട്ട് റീൽസ് ചെയ്ത സ്ഥലം തലയാട് റോഡിലേക്കാണ്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലയാടിലേക്ക് പോകുന്ന വഴിയാണ്. അവിടുന്ന് അങ്ങോട്ടേക്ക് അവിടെ ഒക്കെ നല്ല പ്രകൃതി മരണീയമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാൻ റീൽസ് എടുത്തത്, വീഡിയോസൊക്കെ എടുത്തായിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പം ഇന്ന് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. കാരണം ഒരുമിച്ച് എടുത്തിട്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ട് എടുക്കുന്നതല്ലേ. ഒരുമിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടില്ലെങ്കിലോ. അപ്പോൾ നമുക്ക് കഷ്ണം മുറിച്ചിടാം, കുറേശ്ശെ ആയിട്ടിടാം. അപ്പം ഇന്ന് ഈ 2 സ്ഥലങ്ങളും മാത്രമുള്ള വീഡിയോസാണ്. അപ്പോൾ കാണണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ടേക്കുള്ള എന്താ പറയുക അസറ്റ്, അറിയാമല്ലോ. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ അക്ഷിത എന്ന് പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനൽ ഉണ്ടാവും, നിങ്ങൾക്കറിയാമല്ലോ. കാണണം, സപ്പോർട്ട് ചെയ്യണം.